ബിഗ് ബോസ് ചൊവ്വാഴ്ചത്തെ എപ്പിസോഡാണ് കാണിക്കുന്നത്. ആദ്യം കാണിക്കുന്നത് നൂറയും ആതിരയും പുറത്തിരുന്ന് ചായ കുടിക്കുന്നു. അപ്പോൾ നമ്മുടെ അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നു. അവരെ ചെന്ന് ചൊറിയാണ് അനീഷ്. ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഉറക്കം എണീക്കാൻ അറിയാമല്ലോ, ക്യാപ്റ്റൻ ആയതുകൊണ്ടാണോ എന്ന് ആതിരയോട് ചോദിക്കുന്നു. ആതിര പറഞ്ഞല്ല, അല്ലെങ്കിൽ നിങ്ങൾ എണീക്കത്തില്ലല്ലോ, അപ്പം നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് ആതിരയുടെ അടുത്തും നൂറയുടെ അടുത്തും ചൊറിയാൻ ചെല്ലുന്നു. അവർ നല്ല മറുപടി കൊടുക്കുന്നു. അതിനുശേഷം ആതിര ചോദിക്കുന്നു, അനീഷ് നൂറയുടെ അടുത്തും ആതിരയുടെ അടുത്തും പറയണം, നിങ്ങൾ അഭിനയിക്കുകയാണ്, നിങ്ങൾക്ക് അഭിനയിക്കാൻ നല്ലതുപോലെ അറിയാമല്ലോ, രാവിലെ ഇപ്പം എണീക്കാൻ അറിയാം, മറ്റത് രാവിലെ എണീക്കത്തില്ല, അപ്പം നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാം. അപ്പം നൂറ ചോദിച്ചു, അനീഷ് ചേട്ടാ ഈ രാവിലെ എണീക്കുന്നത് താമസിച്ച് എണീക്കുന്നത് എന്തൊരഭിനയമാണ് എന്ന് ചോദിച്ചു. ആതിര ചോദിച്ചു, പി ആറിന് സുഖമല്ലേ, എത്ര ഏക്കർ വിറ്റു? എനിക്ക് പി ആർ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടെന്നും പറഞ്ഞ അനീഷ് ഭയങ്കരമായിട്ട് ആളുകളെ ഓരോരുത്തരെയും ഇറിറ്റേഷൻ ചെയ്യണം കേട്ടോ, ചുമ്മാതെ ചൊറിയാണ്. അനീഷിനെ എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പം വന്ന് ചുമ്മാതെ എല്ലാവരെയും ചെന്ന് ചൊറിയാണ്. നല്ല രീതിയിൽ കളിക്കാം, ഇങ്ങനെ ചൊറിഞ്ഞ് കളിക്കേണ്ട ആവശ്യമില്ല. പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും ഇപ്പം പുറത്തുള്ളവരെ അകത്തുള്ളവരെ അനീഷ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അനീഷ് നൂറയുടെ അതിലൂടെയും പറയുന്നു, കൊളാബറേഷന് കിട്ടിയ ഡ്രസ്സല്ലേ നിങ്ങൾ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ അങ്ങ് ബഹളം തുടങ്ങി. അപ്പോഴത്തേക്ക് നമ്മുടെ ആതിര പറഞ്ഞ്, ഞാൻ ഇട്ടേക്കുന്ന ജെട്ടിയും കൊളാബറേഷന് കിട്ടിയതാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ ഷാനവാസ് അവിടെ കയറി, എന്തോ ഇവിടെ ബഹളം അനീഷുമായിട്ട്. അപ്പോൾ അവർ കാര്യം പറഞ്ഞു. പറഞ്ഞ് അനീഷ് അഭിനയിക്കുന്നതാണ്, പുറത്ത് പ്രേക്ഷകരെ വരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, മൊത്തം അഭിനയമാണ്, ഭയങ്കര ഉടായിപ്പാണെന്ന് പറഞ്ഞ് അനീഷിന് കുറച്ച് പറയും. സത്യം പറഞ്ഞാൽ അനീഷ് ഭയങ്കര ഉടായിപ്പാണ് കാണിക്കുന്നത് കേട്ടോ. ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, വെറുപ്പിച്ച് തുടങ്ങി. പുറത്തുള്ള പ്രേക്ഷകരെയും അകത്തും വെറുപ്പിപ്പ് തന്നെ വെറുപ്പിപ്പ്. പിന്നെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഗ്യാസ് ഇല്ല, വെള്ളമില്ല, ബാത്റൂമിൽ പൂട്ടും, 3 സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. ആ സൈക്കിൾ ചവിട്ടിയാലേ ഗ്യാസ് ഓണാവുള്ളൂ, പൈപ്പിൽ വെള്ളം വരുള്ളൂ, ബാത്റൂം. അങ്ങനെ ഓരോരുത്തർ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി. അടുക്കളയിൽ വേവിക്കാൻ ഗ്യാസ് വേണം. അങ്ങനെ ഓരോരുത്തർ വന്ന് ചവിട്ടി. ബാത്റൂമിൽ പോകുമ്പോഴത്തേക്ക് പോകണം, അപ്പോൾ അതിനും ഓരോരുത്തർ വന്ന് ചവിട്ടി. അങ്ങനെ വെള്ളത്തിന്, പാത്രം കഴുകുന്നതിന്, അങ്ങനെ അവർ ആ ടാസ്ക് അവർ നല്ലതുപോലെ ചെയ്തു. പിന്നെ ബിഗ് ബോസ് വിളിച്ച് പറയുന്നു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കോയിൻ കൊടുക്കാൻ സമയമായി, ഈ കോയിൻ കൂടുതൽ കിട്ടുന്നവർക്ക് ഒരു പവർ കിട്ടും എന്ന് പറയുന്നു. അങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കാൻ തുടങ്ങി. പക്ഷേ ഇതിൽ നല്ലതുപോലെ കളിച്ചത് നമ്മുടെ അനിമോളും ഷാനവാസുമായിരുന്നു. പക്ഷേ ആളുകൾ അവർക്ക് അത്രയും കൊടുത്തില്ല. നമ്മുടെ ആര്യനാണ് മുമ്പിൽ വന്നത്, കോയിൻ കൂടുതൽ കിട്ടിയ ആര്യനാണ്. പക്ഷേ ആര്യൻ പെണ്ണായിട്ട് ഒരുങ്ങിയത് കൊള്ളായിരുന്നു, പക്ഷേ അത്രയ്ക്ക് വേണ്ടി ആര്യം കളിച്ചില്ല. പക്ഷേ ഇതിൽ നല്ലതുപോലെ അഭിനയിച്ച് കളിച്ചത് ഷാനവാസും അനിമോളുമായിരുന്നു. പക്ഷേ അവർക്ക് കോയിൻ കുറച്ചാണ് കൊടുത്തത്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടമല്ലേ. പിന്നെ നമ്മുടെ ബിഗ് ബോസ് വാർത്ത വായിക്കാൻ പറയുന്നത്, ആദ്യം നമ്മൾ അനീഷാണ് വാർത്ത വായിക്കുന്നത്. ബിഗ് ബോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ, ഷാനവാസ് ഇന്നും ഇവിടെ അടിയുണ്ടാക്കിയിരിക്കുന്നു, നൂറയും ആതിരയും പ്രഹസനങ്ങൾ കാണിച്ചിരിക്കുന്നു, നമ്മുടെ അനിമോൾ അഭിനയിക്കുന്നു, സാബുമോൻ പഴയതുപോലെ മിണ്ടാതിരിക്കുന്നു, ലക്ഷ്മി എല്ലാ കാര്യവും ഏറ്റുപിടിച്ചിരിക്കുന്നു.